അവകാശവും പ്രതിഫലവും എന്ന വിഷയം വളരെ ആഴമേറിയതും അനുഗ്രഹിക്കപ്പെട്ട ചിന്തയുമാണ്. വിശേഷ കൊലോസ്യ ലേഖനം ദീർഘവർഷങ്ങൾ എനിക്ക് പഠിപ്പിക്കാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൊലോസ്യ ലേഖനത്തിൻ്റെ ഏത് ഭാഗവും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെ ഹൃദ്യമാണ്. ഞാൻ 2-3 ചിന്തകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ് സമയത്തുള്ളിൽ തന്നെ ഇരുന്നു കൊള്ളാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൊലോസ്യ ലേഖനത്തെ ഏറ്റവും ധന്യമാക്കി തീർക്കുന്നത് സ്തോത്രം കൊണ്ട് നിറഞ്ഞ ഓരോ അധ്യായങ്ങളാണ് ഈ കൊലോസ്യ ലേഖനത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം നമ്മൾ എന്തിനു വേണ്ടി സ്തോത്രം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒന്ന് വായിച്ചാട്ട് ആ വാക്യം, 1-ന്റെ-13-ാം വാക്യം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. തന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് നമ്മൾ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ആ കരം ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. ഇനി 2-ാം അധ്യായം നമ്മൾ എന്തിനു സ്തോത്രം ചെയ്യണം? 2-ന്റെ-7-ാം വാക്യം വായിച്ചാട്ട്. അവനിൽ വേരൂന്നി ആത്മിക വർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പിൻ. നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം. നമ്മളെ ഉപദേശിക്കുന്ന ഓരോ ഉപദേശത്തിനും, വചനാടിസ്ഥാനത്തിലുള്ള ഉപദേശത്തിനും നന്ദിയോടെ നമ്മൾ സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്യാം. സ്തോത്രം. 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിച്ചാട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടേയിരിപ്പി. നാം എന്ത് ചെയ്താലും, അത് വാക്കുകൊണ്ടോ ക്രിയ കൊണ്ടോ നമ്മൾ എന്ത് ചെയ്താലും പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടേ നമ്മൾ ഇരിക്കണം. ഇതെല്ലാം പറഞ്ഞ് 4-ാം അധ്യായം എത്തുമ്പോൾ സഭയോട് പറയാണ്. 4-ന്റെ-2-ാം വാക്യം വായിച്ചാട്ട്. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പി സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പി. തീർന്നില്ല, അത് പൂർത്തീകരിച്ചാട്ട്. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരേണ്ടതിന് നിങ്ങൾ എപ്പോഴും സ്തോത്രത്തിൽ ഉറ്റിരിക്കണം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസന്മാർ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിന് ദൈവമക്കൾ സ്തോത്രം കവിഞ്ഞിരിക്കണം. എന്തിനൊക്കെ നമ്മൾ സ്തോത്രം ചെയ്യണം? 4 അധ്യായങ്ങളായിട്ട് എന്തിനൊക്കെ സ്തോത്രം ചെയ്യണം? നല്ല രാജ്യത്താക്കി വെച്ചതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്നേഹസ്വരൂപന്റെ രാജ്യത്താക്കി വെച്ചതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നല്ല ഉപദേശങ്ങൾ ദൈവദാസന്മാരിലൂടെ നമുക്ക് തന്നതിന് നമ്മൾ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, എപ്പോഴും സ്തോത്രത്തിൽ ഉറ്റിരിക്കണം. ദൈവദാസന്മാർ വചനം പറയുമ്പോൾ വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടാൻ സ്തോത്രം. ഇനി 3-ാം അധ്യായം നമ്മുടെ സബ്ജക്റ്റ് ആയതുകൊണ്ട് 3-ാം അധ്യായത്തിൽ 1 തൊട്ട് 4 വരെയുള്ള ഭാഗം ഉയരത്തിലുള്ളത് തന്നെ നമ്മൾ ചിന്തിക്കാനാണ് ആഹ്വാനം തരുന്നത്. 5 തൊട്ട് 11 വരെയുള്ള ഭാഗം നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിക്കണം എന്ന് ആഹ്വാനം നൽകുന്നു. 11 തൊട്ട് 17 വരെയുള്ള ഭാഗം നമ്മൾ പുതിയ മനുഷ്യനെ ധരിക്കണം എന്ന് പഠിപ്പിക്കുന്നു. അതിനുശേഷമുള്ള ഭാഗമാണ് പ്രായോഗിക ക്രിസ്തീയ ജീവിതം. ആ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ഏടാണ് അവകാശവും പ്രതിഫലവും എന്ന സബ്ജക്റ്റ്. നമുക്ക് പ്രധാനമായി ദൈവം തന്ന 3 അവകാശങ്ങളുണ്ട്. അതിലൊരു അവകാശമാണ് കർത്തൃദാസൻ തൊട്ടത്, പുത്രത്വം എന്ന അവകാശം. അതിനോട് ചേർന്ന് നിൽക്കുന്ന ബാക്കി 2 അവകാശമുണ്ട്. അതേതാണെന്നറിയാമോ? സ്വർഗത്തിലുള്ളതെല്ലാം സ്വർഗീയമായ അവകാശങ്ങളാൽ ദൈവം നമ്മളെ നിറച്ചു വെച്ചിരിക്കുകയാണ്. വായിച്ച നിങ്ങൾ 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം വായിച്ചാട്ടെ. നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതിന്റെ ദൈവം തന്നിരിക്കുന്ന സ്വർഗീയമായ അവകാശങ്ങളെ കുറിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മാലിന്യം വാട്ടം എന്നും ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ടത് വീണ്ടും ജനനത്തിന് അനുഭവം വന്നത് എന്തിനാന്ന് വെച്ചാൽ
ക്ഷയമില്ലാത്ത അർത്ഥാൽ അക്ഷയമായ അവകാശം. മാലിന്യമില്ലാത്തത് അർത്ഥാൽ നിർമ്മലമായ അവകാശം. വാട്ടമില്ലാത്തത് അർത്ഥാൽ വാടാത്തതെന്ന് പറഞ്ഞാൽ നശിക്കാത്ത അവകാശം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ അവകാശം സ്വർഗീയ അവകാശമാണ്. ഇത് വാടുന്ന അവകാശമല്ല, ഇത് മാലിന്യമുള്ള അവകാശമല്ല. സ്തോത്രം. ഇത് അക്ഷയമായ അവകാശമാണ്. ആ സ്വർഗീയമായ അവകാശങ്ങളാൽ ദൈവം നമ്മളെ നിറച്ചതിനെ കാലം താട്ടി ദൈവത്തിന് സ്വന്തം ചെയ്ത ദൈവമക്കൾ എത്ര ശ്രേഷ്ഠമായ അവകാശങ്ങളാണ് ദൈവം നമുക്ക് വന്നിരിക്കുന്നത്. നശിച്ചു പോകുന്നതല്ല, മാറ്റമില്ലാത്ത അവകാശം. ഇവിടുത്തെ അവകാശങ്ങളൊക്കെ വാടുന്ന അവകാശങ്ങളാണ്. സ്തോത്രം അല്ലേ? ഇവിടുത്തെ എത്ര അവകാശങ്ങൾ പാട്ടമുള്ളതാണ്, ക്ഷയമുള്ളതാണ്. അതൊക്കെ മാറ്റം വരുന്ന അവകാശങ്ങളാണ്. സ്തോത്രം. ലോകത്തിൽ നമുക്ക് എന്ത് തന്നാൽ അത് നിലനിൽക്കുമോ? ഇല്ല. അതൊക്കെ കാലക്രമേണ മാറ്റം വരുന്നതാണ്. സ്തോത്രം. നിങ്ങൾ ഒന്ന് രണ്ട് ചിന്തകൾ കൂടെ കൊണ്ട് ചിന്തിച്ചു നോക്കിയാട്ടെ, നിങ്ങൾക്ക് ലഭിച്ചതൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എത്രയോ നല്ല മൊമെന്റോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. മൊമെന്റോ ഇല്ലേ? പക്ഷെ ഇപ്പൊ എടുത്ത് നോക്കുമ്പോ നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ പോലെ ഇരിക്കുന്നത്. ആധാർ കാർഡിലെ ഫോട്ടോ എപ്പോഴെങ്കിലും തെളിഞ്ഞു കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്നതുപോലെയാ പണ്ടത്തെ മൊമെന്റിൽ ഇപ്പോഴത്തെ ഫോട്ടോ ഇരിക്കുന്നത്. എല്ലാം ഫംഗസ് വന്ന് മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന അവകാശം നിലനിൽക്കുന്നതല്ല, അതെല്ലാം മാലിന്യം വന്നും ക്ഷയിച്ചു പോകുന്നതാ. പക്ഷെ സ്വർഗീയമായ അവകാശം ഒന്നും ക്ഷയിക്കുന്നതല്ല, അത് നിലനിൽക്കുന്നതാകില്ല. ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി രണ്ട്, ദൈവം നമുക്ക് തരുന്ന രണ്ടാമത്തെ അവകാശം ഏതാണെന്നറിയോ? അത് ഏറ്റവും ശ്രേഷ്ഠമായ അവകാശമാണ്, പരിശുദ്ധാത്മാവെന്ന അവകാശം. സ്തോത്രം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് എന്ന അവകാശത്തിന് അച്ചാരമായ, അതാണ് സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കട്ടോ. തന്റെ അവകാശത്തെ കുറിച്ച് പറയുകയാണ്. വാഗ്ദത്തത്തിന്റെ അവകാശമായ പരിശുദ്ധാത്മാവെന്ന അച്ചാരം. സ്തോത്രം. ദൈവം നമുക്ക് തന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ അവകാശം പരിശുദ്ധാത്മാവെന്ന അവകാശമാണ്. പുത്രത്തെ ലഭിച്ച ദൈവമക്കൾ ഓർത്തണം, നമ്മുടെ ഒരു വലിയ അവകാശമാണ് പരിശുദ്ധാത്മാവ്. ആ ആത്മാവിനെ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കണം. ആത്മാവിനെ പ്രാപിക്കുക, ആത്മീയത പ്രാപിക്കുക. പരിശുദ്ധാത്മാവെന്ന അവകാശം നമ്മുടെ അച്ചാരമാണ്. ദൈവം വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അത് ദൈവമക്കളുടെ അവകാശമാണ്. അവർ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ അവകാശമാണ് പരിശുദ്ധാത്മാവെന്ന അച്ചാരം. ഹല്ലേലൂയ. അപ്പൊ കൂട്ടവകാശം ഏതൊക്കെ? സ്വർഗീയമായ, സ്വർഗത്തിലെ എല്ലാത്തിനും നമ്മൾ കൂട്ടവകാശികളാണ്. രണ്ട്, പുത്രത്വം എന്ന അവകാശം. മൂന്ന്, പരിശുദ്ധാത്മാവെന്ന അച്ചാരം എന്ന അവകാശം. ഇത് വലിയ അനുഗ്രഹമാണ്. ഇനി പ്രതിഫലം പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, 6 പ്രതിഫലങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. 6 പ്രതിഫലം. അവകാശം മാത്രമല്ല, 6 പ്രതിഫലങ്ങളും കൂടി തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പ്രതിഫലം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മളിപ്പോ ഉപവാസത്തിനും പ്രാർത്ഥനയിലും ഒക്കെ ആണല്ലോ. നമ്മൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം പഠിക്കുമ്പോ 6-ന്റെ 4-ാം വാക്യം, 6-ന്റെ 4-ാം വാക്യം വായിച്ചാട്ടെ. അതെന്തിനാ തരുന്ന പ്രതിഫലം? പ്രാർത്ഥിക്കുന്നവന് അറയിൽ കടന്നിരുന്ന് കതകടച്ച് ആര് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നവന് രഹസ്യത്തിൽ കാണുന്ന ദൈവം പ്രതിഫലം തരും. അപ്പൊ പ്രാർത്ഥിക്കുന്ന വ്രതമാണോ? അല്ല. പ്രാർത്ഥിക്കുന്നവന് പിതാവിന്റെ വക പ്രതിഫലമുണ്ട്. 6-ാം വാക്യം വായിച്ച്. പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലൂടെ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. അവിടെ 3 സബ്ജക്റ്റ് ആണ് പ്രധാനമായി കൊണ്ടുവരുന്നത്. ഒന്ന്, ഉപവസിക്കുന്നവന് പിതാവ് പ്രതിഫലം കൊടുക്കും. 2, പ്രാർത്ഥിക്കുന്നവന് ദൈവം പ്രതിഫലം കൊടുക്കും. അതിന്റെ 18-ാം വാക്യം കൂടെ വായിച്ചാണ്. 18-ാം വാക്യം.
രഹസ്യത്തിൽ കാണുന്നതിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. എന്ന് പറഞ്ഞാൽ നാം ദാനധർമ്മങ്ങൾ ചെയ്താൽ വലം കൈ കൊടുക്കുന്നത് ഇടം കൈ പോലും അറിയാത്ത രീതിയിൽ കൊടുക്കുന്ന ആരുണ്ടോ അവനും സ്വർഗത്തിലെ ദൈവം പ്രതിഫലം തരും. അപ്പോൾ അർത്ഥം നിങ്ങൾ ഇപ്പോൾ ഉപവാസത്തിലാണ്, നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥനയിലാണ്. ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്നവന് പ്രതിഫലമുണ്ട്, അവൻ ഉപവസിക്കുന്നവന് പ്രതിഫലമുണ്ട്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നവന് പ്രതിഫലമുണ്ട്. സ്വത്രം കരമുയർത്തി സ്വത്രം ചെയ്താട്ടെ. നമ്മുടെ ദൈവം തരുന്ന പ്രതിഫലം എത്ര ശ്രേഷ്ഠമാണ്. ആമേൻ. ബൈബിൾ വീക്ഷണത്തിൽ നമ്മൾ പഠിച്ചാൽ ആമേൻ, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ആമേൻ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്വത്രം. സഹിഷ്ണുതയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയാ, ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആമേൻ കിരീടം, ജീവകിരീടം പ്രാപിക്കും. പ്രതിഫലത്തെ കുറിച്ചാ പറയുന്നത്. പരീക്ഷ സഹിക്കുന്നവന് നിശ്ചയമായിട്ട് ഒരു പ്രതിഫലമുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ദൈവമക്കളെ, നീ കടന്നു പോകുന്ന കഷ്ടതകളും, നീ കടന്നു പോകുന്ന ശോധനകളും, നീ കടന്നു പോകുന്ന പരിശോധനകളും പുറത്താർക്കും അറിയത്തില്ല. പക്ഷെ ഇതിനൊക്കെ ഒരു പ്രതിഫലം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിനക്ക് ഒരുക്കിയ ശ്രേഷ്ഠമായ പ്രതിഫലത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഞങ്ങളൊക്കെ കർത്താവിന്റെ വേലയിൽ നിൽക്കുന്നതിന്റെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്നറിയോ? ദൈവവേലക്കാർക്ക് സ്പെഷ്യൽ പ്രതിഫലം. അല്ലേ? 2 തിമോഥെയോസ് 4-ാം അധ്യായം 8-ാം വാക്യം 7-8 കൂടെ ചേർത്ത് വായിക്കണം. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എന്നിട്ടോ ഇനി നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ദൈവം വെച്ച് 5 കിരീടങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ധന്യനായ പൗലോസ് പറയുക, ഞാൻ നല്ല പോർ പൊരുതി. 3 വലിയ മിഷണറി യാത്ര നടത്തി, അനേക ആത്മാക്കളെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് ഉറപ്പിച്ച്, അനേക സഭകളെ സ്ഥാപിച്ച്, അനേക ദൈവദാസന്മാരെ ദൈവഭാഗത്ത് കൊണ്ടുവന്ന്, അനേക കുടുംബങ്ങളുടെ വിടുതലുകൾ വേണ്ടി ദൈവം ഉപയോഗിച്ച് ഭക്തനായിരിക്കുന്ന ആമേൻ പൗലോസ് പാനീയ യാഗമായി മരിക്കപ്പെടാൻ പോകുന്നു എന്ന് തിരിച്ചറിവുള്ളപ്പോൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് എഴുതി വെച്ചു, ഞാൻ നല്ല പോർ പൊരുതി, നല്ല ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, എനിക്ക് നീതിയുടെ കിരീടം ദൈവം കാത്തു വെച്ചിട്ടുണ്ട്. ദൈവവേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുന്നവരെ, നിങ്ങൾക്ക് ദൈവം ഒരുക്കി വെച്ച ശ്രേഷ്ഠമായ ഒന്നാണ് നീതിയുടെ കിരീടം. ദൈവത്തിന് മഹത്വം കയറിയിട്ട് അടുത്തത് വെളിപ്പാട് പുസ്തകം, ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം. അതിന്റെ ഏറ്റവും അവസാനത്തെ പേജ് അധ്യായമായി 22-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം എന്താ പറയുന്നത്? ഞാൻ വേഗം വരുന്നു, ഓരോരുത്തർക്കും അവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ ദൈവത്തിന്റെ പക്കൽ പ്രതിഫലമുണ്ട് കേട്ടോ. ദൈവമക്കളെ, നീ ചെയ്യുന്ന പ്രവർത്തികൾക്ക് തക്കവണ്ണം ദൈവം പ്രതിഫലം തരും. അത് കിരീടമാണെങ്കിൽ കിരീടം, അത് ജീവന്റെ കിരീടമാണെങ്കിൽ ആ കിരീടം, നീതിയുടെ കിരീടമാണെങ്കിൽ ആ കിരീടം, നിന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ശ്രേഷ്ഠമായത് തന്ന് ദൈവം നിനക്ക് അവകാശം തന്ന് ദൈവം നിനക്ക് പ്രതിഫലം തന്ന് മാനിക്കുന്ന ദൈവ സ്നേഹത്തിനോ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃദാസൻ പറഞ്ഞതിന്റെ ആമേൻ ചിന്തയുടെ ബാക്കി ഭാഗം എന്ന വണ്ണം നിങ്ങൾ പൂരിപ്പിച്ചു വെച്ചു. നമ്മൾ അവകാശികളാണ്, ദൈവത്തിന്റെ പ്രതിഫലമുള്ളവരാണ്, അവകാശമുള്ളവരാണ്, പ്രതിഫലമുള്ളവരാണ്.